തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഒടുവിൽ ഭരണകക്ഷിയായ CPIM തങ്ങളുടെ തെറ്റുകളും വീഴ്ചകളും പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരിനും ഭരണരീതിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ പരാതികൾ കേൾക്കുന്നതിൽ മന്ത്രിമാർക്ക് വീഴ്ച പറ്റി, ചില മന്ത്രിമാരെ നേരിട്ട് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടായി എന്നെല്ലാമാണ് പാർട്ടി റിപ്പോർട്ടിൽ തുറന്നു പറയുന്നത്. ഭരണത്തിന്റെ വീഴ്ചകളും ജനങ്ങളിൽ നിന്നുണ്ടായ അകൽച്ചയും തിരുത്താൻ പാർട്ടി തയ്യാറെടുക്കുമ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിന്റെ കാതൽ എന്നുള്ളതാണ്. ജനങ്ങളും ഭരണ നേതൃത്വവും തമ്മിലുണ്ടായ കടുത്ത അകൽച്ചയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിൽ ജനപ്രതിനിധികൾക്കും ഗുരുതരമായ വീഴ്ച പറ്റി. മന്ത്രിമാരെ കാണാനോ പരാതികൾ അറിയിക്കാനോ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ ഇതിൽ ഏറ്റവും രസകരവും ഗൗരവമുള്ളതുമായ ഒരു വിഷയമാണ് ഉദ്യോഗസ്ഥ ഭരണത്തെക്കുറിച്ച്. ഭരണം മുഴുവൻ സർക്കാർ സംവിധാനങ്ങളുടെയും ഉദ്യോഗസ്ഥരിലൂടെയുമാണ് നടക്കുന്നത് എന്നൊരു ധാരണ പാർട്ടി കേഡർമാരിൽ പോലും ഉണ്ടാക്കാനിടയാക്കി. പാർട്ടിയും ബഹുജന സംഘടനകളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുന്നതിന് പകരം അതെല്ലാം ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുത്തു. ഭരണ സ്വാധീനം കാരണം ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പാർട്ടി പിറകോട്ടുപോയി. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പാർട്ടി കാണിച്ച ഈ അമിത ആശ്രയത്വം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രീതിയെ അവഗണിക്കുന്നതിലേക്ക് നയിച്ചു. ഫലത്തിൽ ജനങ്ങൾ പാർട്ടിയിൽ നിന്നു അകന്നുപോയി എന്നതാണ്. പാർട്ടി നേതൃത്വവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരും തമ്മിൽ ഒരു വലിയ വിടവ് രൂപപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. ഇത് വോട്ട് ചോർച്ചയ്ക്ക് വലിയ കാരണമായി. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരമോ ജനവികാരമോ മനസ്സിലാക്കാതെയാണ് പല തീരുമാനങ്ങളും എടുത്തത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഗുരുതരമായ പാളിച്ചകളുണ്ടായി. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ സ്വാഭാവികതയും പക്ഷപാതപരമായ നിലപാടുകൾ ഉണ്ടായെന്ന് ആരോപണമുണ്ട്. പ്രയോജനകരമായ രീതിയിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതും വലിയ വീഴ്ചയായി കേന്ദ്ര കമ്മിറ്റി കാണുന്നു. അതായത് അർഹരായവരെ തള്ളിക്കളഞ്ഞും ജനബന്ധമില്ലാത്തവരെ ചുമന്നും നടത്തിയ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയുടെ ആക്കം കൂട്ടിയെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നു. എല്ലാ കാര്യവും പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങി. പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് 3 പേർ മത്സരിക്കാനിടയായി. പാർട്ടിയുടെ ചരിത്രത്തിൽ സ്വന്തം പാളയത്തിൽ നിന്ന് മത്സരിച്ചാൽ സാധാരണ വിജയം കാണാറില്ല. പയ്യന്നൂരും തളിപ്പറമ്പും ആലപ്പുഴയിലും മത്സരിച്ച് വിജയിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ്. ചില നേതാക്കൾ പൊതുവേദികളിലോ മാധ്യമങ്ങളിലോ സംസാരിക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല. എന്തിനേറെ പറയണം, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർക്ക് വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തകരുടെ എണ്ണത്തിൽ കുറവുണ്ടായതും പ്രചരണത്തെ ദോഷകരമായി ബാധിച്ചു. തോൽവിക്ക് സ്വന്തം വീഴ്ചകൾ മാത്രമല്ല പാർട്ടി കാരണമായി ചൂണ്ടിക്കാണുന്നത്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പിൽ UDFനായി പരസ്യമായി രംഗത്തിറങ്ങുകയും പ്രചരണം നടത്തുകയും ചെയ്തു. ഇടതുമുന്നണിക്കെതിരെ ന്യൂനപക്ഷ വോട്ടർമാരെ സംഘടിപ്പിക്കുന്നതിൽ ഇവർ നിർണായക പങ്കുവഹിച്ചു. CPIMനും LDFനും BJPയുമായ രഹസ്യധാരണയുണ്ടെന്ന ആരോപണം ജമാഅത്തെ ഇസ്ലാമിയും ലീഗ് അടക്കമുള്ളവർ ഉന്നയിച്ചു. എന്നാൽ ഇത്തരം വിഷയങ്ങളെ പ്രചാരണങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാനോ പാർട്ടിക്കോ മുന്നണിക്കോ കഴിഞ്ഞില്ല എന്നതും സ്വയം വിമർശനമായി റിപ്പോർട്ടിൽ അടിവരയിടുന്നു. ചുരുക്കത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്ന ഭരണശൈലിയും പ്രവർത്തകരെ കേൾക്കാത്ത നേതൃത്വവും ഉദ്യോഗസ്ഥരുടെ അമിതാധികാരവും പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിയതും പാർട്ടിയെ തിരിഞ്ഞു നോക്കാത്തതും CPIM ഈ റിപ്പോർട്ടിൽ വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. കുറ്റം സമ്മതിക്കുക എന്നത് തിരുത്തലിൻ്റെ ആദ്യപടിയാണ്. എന്നാൽ ഇത് വെറുമൊരു റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങുമോ? അതോ താഴെത്തട്ട് മുതൽ ഭരണതലത്തിൽ വരെ കാതലായ മാറ്റങ്ങൾക്ക് പാർട്ടി തയ്യാറാകുമോ എന്നതാണ് അണിയറയിൽ വരുന്ന പ്രധാന ചോദ്യം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഈ സ്വയം വിമർശനം പാർട്ടിയെ സഹായിക്കുമോ എന്നത് കണ്ടറിയണം.